നമ്മളെപ്പോലെ അവരുടെ മനസ്സുകൾ കമ്പോളത്തിലല്ല, കച്ചവടത്തിലല്ല, താൽക്കാലിക താൽപര്യങ്ങളിലല്ല, മറ്റേതെങ്കിലും സ്ഥാപിത ചിന്തകളിലല്ല. അവരെപ്പോഴുമുള്ള ചിന്ത അല്ലാഹുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്, പടച്ചവനെ കുറിച്ചുള്ള വിചാരങ്ങളാണ്. ശൈഖ് ജീലാനി തങ്ങൾ കിതാബിന്റെ രചന നടത്തുകയാണ്, ആത്മീയമായ നസീഹത്ത് നടത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് അവറുകൾ ചിട്ടയോടെ വലിയ രചനകൾ നടത്തുകയാണ്, ലേഖനങ്ങൾ എഴുതുകയാണ്, കിതാബുകൾ രചിക്കുകയാണ്, സ്വലാത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതുകയാണ്. അവസാന കാലം അഥവാ ഈ സമീപകാലത്ത് ഉസ്താദ് അവറുകളെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നാൽ അധികം സംസാരിക്കാൻ അവിടുന്ന് ഇല്ല. ഉസ്താദ് അവറുകൾ അവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ദുആ ചെയ്തു തരും. പിന്നീട് അവിടുന്ന് പറയാനുള്ളത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്നാണ്. നമുക്ക് തരാൻ അവിടെയുള്ളത് സ്വലാത്തിന്റെ വാചകങ്ങൾ ക്രോഡീകരിച്ച, ഉസ്താദ് അവറുകൾ തന്നെ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ അവരുടെ ചിന്ത മുഴുവനും അല്ലാഹ് എന്ന ചിന്തയിലാണ് അവരുള്ളത്. പടച്ചവനെ കുറിച്ചുള്ള വിചാരത്തിലാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലാണ്. അവരുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഉസ്താദ് അവറുകൾ എന്ന് പറയുമ്പോൾ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെയാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. രണ്ടുപേരുടെയും പേര് ഒന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറയുന്നത്, അല്ലയോ മോനെ, ജമീഉ അഅ്ളാഇ തുലിമുനി ഇല്ലാ ഖൽബി, മോനെ എന്റെ എല്ലാ അവയവങ്ങളും വേദനിക്കുകയാണ്, എന്റെ മനസ്സിന് വേദനയില്ല. കാരണം സ്വാലിഹീങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി കരയാൻ ഇവിടെ ഒരുപാട് നല്ല വസ്തുക്കളുണ്ട്. അവര് നിസ്കരിച്ച മുസല്ലയുണ്ട്, അവര് പാരായണം ചെയ്ത മുസ്ഹഫുണ്ട്, അവര് പഠിപ്പിച്ച് ഇൽമു പകർന്നു കൊടുത്ത ആലിമീങ്ങളുണ്ട്, അവര് പടുത്തുയർത്തിയ പള്ളികളുണ്ട്, അവരുണ്ടാക്കിയ ദീനീ സ്ഥാപനങ്ങളുണ്ട്, അവർ ചിട്ടപ്പെടുത്തിയ ദീനീ സേവനങ്ങളുണ്ട്. അതെല്ലാം മഹാന്മാരുടെ വഫാത്തിന്റെ സമയത്ത് ഇവിടെ ബാക്കിയുള്ളതാണ്. നൂറുൽ ഉലമ അവர்கள் യാത്രയാകുമ്പോൾ ആയിരക്കണക്കിന് ശിഷ്യന്മാര് ആലിമീങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വിപുലമായ ജാമിഅ സഅദിയ്യ അടക്കമുള്ള വലിയ ദീനീ സ്ഥാപനങ്ങൾ, ഖുർആൻ പഠിക്കാനും ശരീഅത്ത് പഠിക്കാനും ദീനീ വിദ്യാഭ്യാസം പകർന്നെടുക്കാനുമുള്ള വലിയ സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലെ മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന ജാമിഅ സഅദിയ്യ. അത് മഹാനവറുകൾ ജീവിച്ചതിന്റെ തെളിവാണ്, മഹാനവറുകളുടെ ശിഷ്യന്മാർ അതിനുള്ള തെളിവാണ്. അവിടുന്ന് എഴുതിയ നല്ല കിതാബുകൾ അവിടുന്ന് ജീവിച്ചതിന്റെ തെളിവാണ്. അവിടുന്ന് പണിതുയർത്തിയ പള്ളികൾ മഹാനവറുകൾക്ക് വേണ്ടി കരയാനും ശഫാഅത്ത് ചെയ്യാനുമുള്ള സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ കൽബിന് വേദനയില്ല. കാരണം ഒരാള് മരിക്കുമ്പോൾ അയാൾ നിസ്കരിച്ച മുസല്ല കരയുകയാണ്, അയാൾക്ക് അനുകൂലമായി അഥവാ ശിവാശ പോലെ കരയുകയാണ്. അയാൾ ഓതിയ മുസ്ഹഫ് അയാൾക്ക് അനുകൂലമായി കരയുകയാണ്. ഞങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും ഞങ്ങളുടെ നേതാക്കൾ അതാ ഞങ്ങൾക്ക് വലിയ മാർഗദർശികളാണ്. അവരുടെ എല്ലാം പാരത്രിക പദവികൾ നീ ഉയർത്തണേ റഹ്മാനേ. ജീവിതകാലം മുഴുവനും ഇൽമിന്റെയും നമ്മുടെ നാടുകളിൽ മദ്രസകൾ ഉണ്ടാകാനുള്ള കാരണം ഉസ്താദ് അവറുകൾ അധ്വാനിച്ച് നടന്ന് അത്തരം ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്തതാണ്. കേരളത്തിൽ മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത് ഉസ്താദ് അവറുകളുടെ ചിന്തയിൽ നിന്ന് അവിടുത്തെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ്.
ഇന്ന് വരെയും എന്ന് നമുക്ക് പറയാം അവരെ ഇൽമ കൊണ്ട് തന്നെ ജോലിയായിരുന്നവരാണ്. അല്ലാഹു അവിടുത്തെ പദവികൾ ഒരുപാട് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എത്രയോ വർഷങ്ങളായി അസുഖവും ക്ഷീണവുമൊക്കെ വന്നപ്പോൾ ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘസമയം മുഴുസമയവും വിവാദത്തിലായി കഴിഞ്ഞുകൂടുകയും ഞാൻ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണെന്ന് താജുൽ ഉലമ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ പറയുകയും താജുൽ ഉലമ പറഞ്ഞതാണ് നിങ്ങൾ പോകാനായിട്ടില്ല. ആ ഒരു കരുത്തിലും ആരോഗ്യത്തിലും ഖാദിരിയ തരീഖത്തിന്റെ നാം പറഞ്ഞു വരുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ തരീഖത്തിന്റെ മാർഗത്തിൽ ആത്മീയ ശിക്ഷണം ലഭിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദ് അവറുകൾ. വളരെ പണ്ഡിതോചിതമായ ജീവിതം, സമയനിഷ്ഠയോടെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ ഈ പ്രായത്തിലും ടൈം ടേബിൾ വെച്ച് ജീവിച്ച പണ്ഡിതനാണ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകൾ. 5 മണിക്ക് ഒരാൾ അപ്പോയിന്റ്മെന്റ് എടുത്താൽ എത്ര വലിയ ആളാണെങ്കിലും ആ 5 മണിക്ക് തന്നെ ഹാജരാകണം. ഉസ്താദ് അന്ന് അതിനുവേണ്ടി എഴുതി വെച്ച സമയം കഴിഞ്ഞാൽ പിന്നെ പോയിട്ടും നിന്നിട്ടും കാര്യമില്ലാത്ത വിധം ചിട്ടയോടെ ജീവിച്ചവർ. അല്ലാഹുവേ, ഞങ്ങളുടെ തണൽ മരമായ നൂറുൽ ഉലമ എം.എ. ഉസ്താദിന്റെ ദറജ അല്ലാഹുവേ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ, നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. താജുൽ ഉലമയുടെ വിയോഗത്തിന്റെ 1 വർഷം കഴിഞ്ഞ് അവിടുത്തെ വേദന വിട്ടകലുന്നതിന് മുമ്പ് ഞങ്ങളോട് യാത്രയായ ഉസ്താദ് അവറുകൾ, അല്ലാഹുവേ, മഹാന്മാരായ ആലിമീങ്ങളുടെ വിയോഗം ലോകത്തിന്റെ തന്നെ മരണമാണ്. അല്ലാഹുവേ, അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തി ആത്മീയമായ തണൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. മഹാന്മാരായ ഞങ്ങളുടെ മറ്റു ആലിമീങ്ങൾ സദാത്തുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ സദാത്തുക്കൾ ആലിമീങ്ങൾക്കും ഞങ്ങളോട് വിട പറഞ്ഞവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. എന്റെ ശബ്ദം കേൾക്കുന്ന